ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. അതായത് എക്സ് റേസ് ടു 8 ഈസ് ഈക്വൽ ടു 8. കണ്ടുപിടിക്കേണ്ടത് എക്സിൻ്റെ വാല്യൂ ആണ്. ഓക്കെ, ഇപ്പോൾ ഇത് ഞാൻ സോൾവ് ചെയ്യുന്നത് ഈ ക്വസ്റ്റ്യനിൽ, അതായത് എക്സ് റേസ് ടു 8 ഈക്വൽ ടു 8. ഈ ക്വസ്റ്റ്യന് പവർ 8 കൊടുക്കുന്നു, അതുപോലെ റൈറ്റ് ഹാൻഡ് സൈഡിലും പവർ 8 കൊടുക്കുന്നു. ഓക്കെ, പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല. ഇനി നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഈ ടേമിനെ നമുക്കിങ്ങനെ എഴുതാം: എക്സ് റേസ് ടു 8 ഇൻറ്റു എക്സ് റേസ് ടു 8. ഇതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ, എ റേസ് ടു എം ദ ഓൾ റേസ് ടു എൻ ഈക്വൽ ടു എ റേസ് ടു എം ഇൻറ്റു എൻ. ഇത് നമുക്കറിയാവുന്ന ടൈമാണ്. അപ്പോൾ നാം ഇതിനെ ഇങ്ങനെ എഴുതി, റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് വരും? 8 റേസ് ടു 8 എന്ന് വരും. ഓക്കെ, ഇനി വീണ്ടും ഇതിനെ തിരുത്തി എഴുതുന്നു. എങ്ങനെ എഴുതാം? എക്സ് റേസ് ടു 8 ടു ദ പവർ എക്സ് റേസ് ടു 8 എന്ന് എഴുതുന്നു, ഈക്വൽ ടു 8 റേസ് ടു 8. ഈ ടൈം എങ്ങനെ കിട്ടി? സെയിം ഇതേ ഫോമുല തിരിച്ചപ്ലൈ ചെയ്തു. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി വേറൊരു ടൈം നോക്കാം, വേറൊരു ഇക്വേഷൻ നോക്കാം. എങ്ങനെ? എ റേസ് ടു എ ഈക്വൽ ടു ബി റേസ് ടു ബി ആണെങ്കിൽ എ ഈക്വൽ ടു ബി ആയിരിക്കും. ഈ ഇക്വേഷൻ നമുക്കിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ ഇക്വലൈസ് ചെയ്യാം. അതായത് എക്സ് റേസ് ടു 8നെ എ ആയിട്ട് എടുത്തു. എക്സ് റേസ് ടു 8 നമ്മൾ എ ആയിട്ട് എടുക്കുന്നു. അതുപോലെ 8നെ ബി ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും? നമുക്കപ്പോൾ ഇതിനെ ഇങ്ങനെ എഴുതാം: എക്സ് റേസ് ടു 8 ഈക്വൽ ടു 8 എന്ന് എഴുതാം. ശരിയല്ലേ? എക്സ് റേസ് ടു 8 ഈക്വൽ ടു 2 റേസ് ടു 3 എന്ന് എഴുതാം. ശരിയല്ലേ? എക്സ് ഈസ് ഈക്വൽ ടു 2 റേസ് ടു 3 ദ ഹോൾ പവർ 1/8 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 റേസ് ടു 3/8. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.